15,000-ത്തിലധികം സ്ത്രീകളും 25,000 കുട്ടികളും ഉൾപ്പെടെ 1,64,000-ത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ കെടുതികൾ ഇനിയും വിട്ടുമാറിയിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ച് കത്തോലിക്ക സന്നദ്ധ സംഘടന 2011 മാർച്ച് 15-ന് തുടക്കമിട്ട കലാപത്തിൻ്റെ 13ാം വാർഷികത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് സംഘടന മുന്നറിയിപ്പ് നൽകിയത്. യുദ്ധം സിറിയയുടെ സമ്പദ് വ്യവസ്ഥയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തു. 16.7 ദശലക്ഷം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക സഹായം ആവശ്യമാണ്. 3,50,000 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് ഏകദേശ കണക്ക്. സിറിയയിലെ യുദ്ധം ഇപ്പോൾ വാർത്തകളിൽ ഇല്ലെങ്കിലും അത് അവസാനിച്ചിട്ടില്ല. സംഘർഷം മാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധിയും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും തണുത്തുറഞ്ഞ താപനിലയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും എല്ലാം ഈ ജനത അനുഭവിക്കേണ്ടി വരുന്നു. 13 വയസ്സിന് താഴെയുള്ള സിറിയൻ കുട്ടികൾ അവരുടെ മാതൃരാജ്യത്തിൽ ഒരിക്കൽ പോലും സമാധാനം അനുഭവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സഖ്യകക്ഷികളായ ഇറാൻ്റെയും റഷ്യയുടെയും സഹായത്തോടെ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ട പ്രദേശം തിരിച്ചു പിടിച്ചെങ്കിലും വലിയൊരു ഭാഗം ഇപ്പോഴും സർക്കാർ നിയന്ത്രണത്തിന് പുറത്താണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രാജ്യത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് നിലവിലുള്ള ഫണ്ടുകൾ അപര്യാപ്തമാണെന്നും സംഘടന വ്യക്തമാക്കി.